അങ്ങനെ ചെയ്യില്ലടാ. ഇവിടെ ഒന്ന് നിന്ന് നോക്കും മക്കളെ, അപ്പ അതിന്റെ വില മനസ്സിലാവുന്നതാണ്. നിങ്ങളെ പോടെ തന്തോ പെണ്ണെ ചന്തയുടെ വേണം. നിങ്ങൾ പഠിക്കാനല്ലേ വരുന്നത്? ഇവിടെ പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി, എല്ലാത്തവരും വരണ്ട. എല്ലാത്തവരും പോകണം. എന്താ മനസ്സിലായി? അടിയാളൊന്നു മലയാളം എന്താ നീ പഠിക്കാൻ തന്നെയാണ് വരുന്നത്? എനിക്ക് നിങ്ങളെ വാർത്തകൾ കേട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവരെന്താ കേൾക്കുന്നു ഇവിടെ? എനിക്ക് കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യം എന്തിനു കേൾക്കാൻ വരുന്നത് നിനക്ക്? ഓഫീസിൽ പോടാ. ഓഫീസിൽ പോടാ. നീ പോ, അറിയ പോ. ഇതിനെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ട് ഇതിന് വേളം വെച്ച് നീ ഇത് ആദ്യമായിട്ടൊന്നല്ലേ ഇവിടെ കിടന്നപ്പോൾ ഉണ്ടാക്കുന്നത്? ഇത് പല ആവർത്തിയായില്ലേ? പഠിക്കാനല്ലേ നീ ഇവിടെ വരണത്? കളിക്കാനാ? നിന്നെ കിടക്കിന് ഒരുപാട് കുട്ടികളെ ക്ലാസ് ഇരിക്കുകയല്ലേ? അവരെ കൂടി ശല്യപ്പെടുത്താനാണ് നീ വരണത്. ഇനി നീ രക്ഷാർത്ഥനെ വിളിച്ചോണ്ട് വന്നാൽ മതി കേട്ടാ. നിനക്ക് രക്ഷാർത്ഥം ഉണ്ടല്ലോ. ആരാണ് ഇവിടെ കൊണ്ടാക്കിയെന്ന് വെച്ചാൽ അവര് വരട്ടെ. അവര് വന്നതിന് ശേഷം നീ ക്ലാസ്സിൽ കയറിയാൽ മതി. അറിയിപ്പോ സാറേ നിർത്ത്. നീ ഞാൻ പറയണ കാര്യം, ഇത് ചെയ്ത ആദ്യം ചെയ്യും, ഇത് ചെയ്ത ആദ്യം ചെയ്യും, അതൊന്നും പറഞ്ഞാൽ നമ്മളെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഇനിയിപ്പോ വീട്ടുകാര് വന്നാലേ ഇങ്ങോട്ട് കയറ്റുവാണെങ്കിൽ നമ്മൾ ഇനി ഇങ്ങോട്ടില്ല. നമ്മളൊന്ന് ചാരേ അളിയ അവിടെ ഇറങ്ങിയപ്പോ പറഞ്ഞ മോഹം കാണുന്നത് കൊറേ നാളായി ചിരിച്ചിട്ട്. അളിയ അല്ലെങ്കിൽ തുളിപ്പില്ലാമേൽ ഇവനും എന്റെ വാപ്പായി ഉമ്മാരെ കഴിഞ്ഞുള്ളൂ, വേറെ ആരും. എന്നാലും ഇതൊക്കെ ഇച്ചിരി ഓവറല്ലയോ? ഓരോ ഓവറും ഇല്ല. നമ്മളൊന്ന് ചൊറഞ്ഞ് നമ്മളെ വാങ്ങി, അത്രേ ഉള്ളൂ. എന്നാലോ ഒരെന്നാലും ഇല്ല. എന്താണ് എടാ ഇത് വേണോ? ഇത് അനാവശ്യമുള്ള സീനാവും. എനിക്ക് നല്ല നെഗടിക്കുന്നു. ചാടിയേ പറ്റൂ. എടാ ഇപ്പൊ ആളൊരു പേടിത്തൂറിയാണെങ്കിലും ഞാൻ പറയണ കാര്യമുണ്ട്. എങ്ങാനും ആ തള്ള കയറി വന്ന പെടും. അത് മാത്രമല്ല, നീക്കരനോട് പൈസ നോക്കി സ്നേഹിച്ച് പറ്റിച്ച രണ്ടുപേര്, അബിയും അമ്മയും, അവരെന്തൊക്കെയാണെങ്കിലും പറയാം. അതുകൊണ്ട് നമുക്ക് വേണം, നമുക്ക് മര്യാദ വാ. പറയട്ടെ, നിങ്ങൾ സമാധാനമായിട്ട് ഇവിടെ ഇപ്പൊ നട്ടുച്ച സാധനം
നട്ടുച്ച സമയത്ത് ലാസ്റ്റ് ബെഞ്ചിരുന്ന് ഉറക്കം തൂങ്ങിയിരുന്ന അയാളെ പുഴുത്ത ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ എന്തായാലും നമ്മുടെ രണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ തിരിച്ചെന്തായാലും എന്തെങ്കിലും പറയുള്ളൂ. പറയുന്ന സമയത്ത് അയാൾ പിടിച്ച് നമ്മളെ മുമ്പിൽ കൊണ്ട് നിർത്തുകയും ചെയ്യും. പെണ്ണുങ്ങളെ മുമ്പിൽ നിന്ന് കളിയാക്കലും നമ്മൾ മാറിപ്പൊഴുത്ത് അവിടെ നിൽക്കണം. അതാ നമുക്ക് പോയി ലാലേട്ടൻ്റെ സിനിമയും കണ്ട് അടിച്ച് പൊളിച്ച് നിൽക്കണം. നിങ്ങൾ തന്നെ പറ, ചിന്തിച്ച് നോക്കൂ, തിങ്ക് അബൌട്ട്. ഓണോ പോണോ? ഓണോ പോവാലി. പോയാലോ? പുല്ല് അതും കീറി. ഓ, നീ അരിപ്പ് കിട്ടോണ്ട് നടക്കാൻ നേരത്തെ ഓർക്കണം. അളിയാ എന്തിനാ ബുക്കൊക്കെ വലിച്ചു തീർന്ന? എടാ ലാലേട്ടൻ്റെ ഇൻട്രോ സമയത്തെങ്കിലും മുണ്ടും മടക്കി കുത്തി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പൊലിപ്പിക്കണ്ടേ? അത് ശരി. എനിക്ക് മാത്രം എന്തോടാ ഇങ്ങനെ? ഒന്നെങ്കിലും ഒരു പെണ്ണ് സെറ്റായി നാളെ ആകുമ്പോഴത്തേക്കും ബ്രേക്കപ്പ് ആവും, ഇല്ലെങ്കിൽ ഒരു മാസം കണ്ടും ബ്രേക്കപ്പ് ആവും. എനിക്ക് മാത്രം എന്തോടാ ഇങ്ങനെ? കുറച്ച് കഴിവുള്ളതാണ്. ഇനി ഇയാൾക്ക് ഭയങ്കര കഴിവാണ്. ഞാൻ എന്തായാലും കണക്ക് വാഴല്ല. മതി കേട്ടോ, കൂടുതൽ അങ്ങ് ഇതാക്കണ്ട. നിനക്ക് വേണ്ടി ഒരു പെങ്കൊച്ച് കാത്തിരിപ്പുണ്ട്. ടൈം ആകുമ്പോൾ നിന്റെ മുമ്പിൽ വരും. അവളെ പ്രാക്ക് കാരണമാണ് നിനക്കിപ്പോ ഒന്നും സെറ്റ് ആവാത്ത, അല്ലെങ്കിൽ സെറ്റ് ആക്കി പിറ്റേ ദിവസം ബ്രേക്കപ്പ് ആവും. ടൈം ആകുമ്പോൾ അവൾ നിന്റെ മുമ്പിൽ വരും മച്ചു. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. നോക്കിയിരിപ്പം കിട്ടും പെണ്ണ്. ഇവന്റെ സ്വഭാവം വെച്ചാൽ പെണ്ണല്ല, ഇവന് ആള് പോലും കിട്ടും. ചേട്ടാ, ആ കൊച്ചേതാന്നറിയാം? അറിയാമെങ്കിൽ ആ കൊച്ചിന് വീട് എവിടാന്നറിയാം? ആദിലേ, ആ അല്ല, ഈ സമയത്ത് ചോദിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, ഞാൻ ചോദിക്കുകയാണ്. ഇത് വേദന ഉണ്ടോ?
അളിയ ലോകത്ത് ആദ്യമായിരിക്കും അവളെ അച്ഛൻ്റെ അടുത്ത് തന്നെ ചെന്ന് ചോദിക്കുന്നത് അവളങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് മണ്ടൻ. വേണം നീ ചുമ്മാ നീ ആ നീ ഇതേടൊക്കെ പേടിത്തൂറിയായിട്ടിരി, അതുകൊണ്ടാണ് വെറുതെ ഇങ്ങനെയൊക്കെ പണി കിട്ടുന്നത്. അതിനെ പതുക്ക കണ്ടാ പറയടാ, ആദ്യമായിട്ടാണ് ആയിരിക്കുന്നത്. കണ്ടാ പറയാ പക്ഷേ ഇത് വേണ്ട. നിനക്ക് എന്താ അജിമല, നിനക്ക് ഇവന്റെ അസുഖം നിനക്ക് തുടങ്ങി പേടിയാ. ഈ കണ്ണിക്കണ സാളെ കളിയെ വലിച്ചു കയറ്റി അല്ലെങ്കിൽ ലാസ്റ്റ് കയ്യിൽ കൂടാ വേണ്ട. അജിമലെ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, നീ നമ്മളെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട. ഈ പറയണ കേക്കറ പറയണ കേൾക്കാൻ പറ്റില്ല, നീ പോകണ്ട. നിനക്ക് വേണേ നീ പോകണം. ഞാൻ പോണ നീക്ക് എന്തെങ്കിലും വെച്ചാൽ കാണില്ല. നീ പോണേ പോട്ടെ, നീ ഇവിടെ ഇരി. അളിയ ഇതെന്താ, ഇത് റയർ സാധനം. വീടിൻ്റെ അടുത്തുള്ള അണ്ണന്മാർ നീ സെറ്റായി തന്നു. കിക്കെന്ന് പറഞ്ഞാൽ ഇതാണ് മോനെ കിക്ക്. എടാ എണീറ്റ് വീട്ടിൽ പോടാ, എത്ര നേരമായി? നല്ല കിക്കുണ്ടല്ലേ. എന്തായാലും ഞാൻ പോവാം, നീ എണീറ്റ് വീട്ടിൽ പോകാൻ നോക്കൂ. കിക്കെന്ന് പറഞ്ഞാൽ ഇതാണ് മോനെ കിക്ക്. എപ്പോഴും സംഭവിച്ചത് ഉടനെ തന്നെ ഒരു സ്കാൻ ചെയ്യേണ്ടി വരും. പേഷ്യൻ്റെ BP കറൻ്റ് ലോ ആണ്, ടേൺ ഓൺ ബ്ലീഡിങ്ങിന് പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ ഉടനെ തന്നെ വേണ്ട ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. പ്ലസ് പേഷ്യൻറ്റിനെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യണേ. നിങ്ങൾ പാനിക് ആവേണ്ട, മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാം. അജിമലെ നീ ഇത് ഇവിടെ ഇരിക്കുന്ന പാടാ, ആ തണ്ണിട്ടേ കിടക്കില്ലേ, വാ നീ വാടാ. നീ വലിച്ചേറ്റിയ സാധനം വെച്ചപ്പോ അകത്ത് കിടക്കണ്ട. പലയൊക്കെ തവണ ഞാൻ പറഞ്ഞത് വലിച്ച് കേട്ടല്ലേ, അപ്പൊ നിനക്കൊക്കെ എന്നെ പുച്ഛം. അപ്പൊ ഞാനാണ് നിന്നൊക്കെ തുലച്ചത്. നിനക്ക് വലിക്കാനും കുടിക്കാനും പഠിച്ചൊക്കെ ഞാൻ തന്നെടാ. നീ ഇന്ന് ചത്താലും കുഴപ്പമില്ല. ഞാൻ അമ്മയുടെ നീ കാരണം നടന്നാണ് വണ്ടി പിടിച്ചത്. വഴക്കണ്ട കാണാൻ സ്ഥലമാണ് ഈ ഹോസ്പിറ്റല്. ബന്ധമില്ല. ജീവിതത്തിൽ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ തെറ്റുകളൊക്കെ മനസ്സിലാക്കിയപ്പോഴേക്കും സമയം അങ്ങ് കൈവിട്ടു. അന്ന് അജ്മൽ ആദിലുമായിട്ട് ഞാൻ പിരിഞ്ഞതുകൊണ്ട് ഇന്നവർ വലിയ നിലയിലെത്തി. ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർക്ക് എൻ്റെ ഇതേ അവസ്ഥ വന്നു. ഞാൻ ചെയ്യാത്ത ജോലികളൊന്നുമില്ല, പക്ഷെ ഓരോ ജോലിക്കും അതിൻ്റേതായ വിലയുണ്ട്. എന്നാൽ ഈ കാലത്ത് എന്നെപ്പോലുള്ള സാധാരണക്കാരുടെ ശമ്പളം ഒരിക്കലും കൂടില്ല. എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പുസ്തകത്തിൻ്റെ വില മനസ്സിലാക്കിയത്. വീട്ടുകാരുടെ ചിലവ് ജീവിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ നമുക്ക് സുഖമായിട്ട് തോന്നും.
പക്ഷേ ഈ പറഞ്ഞ അതേ ബുക്ക് തന്നെ നമ്മളൊന്ന് താഴെ വെച്ച് നോക്കുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ സത്യങ്ങളും നമുക്ക് മനസ്സിലാവും. ജീവിതത്തിൻ്റെ കഷ്ടപ്പാടെന്ന് നമുക്ക് മനസ്സിലാവും. എൻ്റെ ഈ തിരിച്ചറിവ് ഇപ്പോഴത്തെ പിള്ളേർ തന്തവെന്നൊക്കെ പറയുമായിരിക്കും. ഇന്നിതെൻ്റെ കഥ, ഇല്ലെങ്കിൽ ഇത് നാളെ നിങ്ങളുടെ. എന്തായാലും ഇത് അനുഭവിച്ചവർക്ക് ഇതെന്നും ഒരു റിഗ്രറ്റ് ആയിരിക്കും.